എല്ലാവർക്കും നമസ്കാരം. സാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 5th 5 ഇയർ പ്ലാനാണ്. നമ്മൾ 4th 5 ഇയർ പ്ലാൻ വരെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് 5th 5 ഇയർ പ്ലാനിലേക്കാണ്. അപ്പോൾ പീരീഡ് അറിയാമല്ലോ, എന്ന് വരെയാണ്ടേ ഫ്രം 1974 ടു 79, 74 മുതൽ 79 വരെയാണ് 5th 5 ഇയർ പ്ലാൻ പീരീഡ് എന്ന് പറയുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമെന്ന് പറയുന്നത്. ഓരോ 5 ഇയർ പ്ലാന്റെയും കൃത്യമായിട്ട് അതിൻ്റെ കാലഘട്ടം പഠിച്ചു വയ്ക്കണം. കാരണം ഇതിന് ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ഹോളിഡേയ്സ് ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? 66, 69. അപ്പോൾ അവിടെയൊക്കെ ബ്രേക്ക് വന്നതാണ്. അതുകൊണ്ട് ഓരോ പ്ലാൻ പീരീഡ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമ്മുടെ 5th 5 ഇയർ പ്ലാൻ പീരീഡ് 1974 ടു 79 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി. KS ചോദിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ ചോദിച്ചതാണ്. 2025 ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ 5th 5 ഇയർ പ്ലാൻ? കണ്ടോ, 5th 5 ഇയർ പ്ലാനിൻ്റെ ഫീച്ചേഴ്സ് പ്രധാനമായിട്ടും ഏതാണ് എന്നാണ് ചോദ്യം. 5th 5 ഇയർ പ്ലാൻ. അപ്പോൾ 5th 5 ഇയർ പ്ലാൻ പീരീഡ് 2 ഫീച്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്ലാൻ വാസ് പ്രിപ്പയർഡ് ബൈ DP ധർ. പേരെന്താണ്? DP ധർ എന്നാണ് കേട്ടോ, DP ധർ. രണ്ടാമത്തെ പോയിന്റ് നോക്കുക, ഇറ്റ് ഈസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഗരീബി ഹഠാവോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്ലാൻ വാസ് പ്രിപ്പയർഡ് ബൈ DP ധർ. അതായത് ഫൈനൽ ഡ്രാഫ്റ്റ് അല്ലേ, അന്തിമ കരട് എന്ന് പറയും. ഈ പദ്ധതിയുടെ 5ാം പദ്ധതിയുടെ അന്തിമ കരട് തയ്യാറാക്കിയത് DP ധർ ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഗരീബി ഹഠാവോ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് അല്ലേ, ലക്ഷ്യം ഗരീബി ഹഠാവോ എന്ന ഒരു സ്ലോഗനാണ് കേട്ടോ, ഒരു മുദ്രാവാക്യമാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, ദ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് വാസ് 4.4%. അല്ലേ, എല്ലാ 5 ഇയർ പ്ലാനിലും അല്ലേ, പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ 5 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട വളർച്ചാ നിരക്ക് ടാർഗറ്റ് ചെയ്യും അവർ. ടാർഗറ്റ് 4.4% ആണ്. വൈൽ ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാസ് 4.8%. എന്നാൽ യഥാർത്ഥ വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? അപ്പോൾ ടാർഗറ്റ് ചെയ്തതിനേക്കാൾ കൂടുതലായിരുന്നു അല്ലേ, 4.8% ആയിരുന്നു വളർച്ചാ നിരക്ക് എന്ന് പറയുന്നു. ലാസ്റ്റ് പോയിന്റ് നോക്ക്, എംഫസൈസ്ഡ് ഓൺ എംപ്ലോയ്മെന്റ് ഇൻ കോൺട്രാസ്റ്റ് ടു നെഹ്റു മോഡൽ. എംഫസൈസ്ഡ് ഓൺ എംപ്ലോയ്മെന്റ്, ഈ പദ്ധതി തൊഴിലിന് പ്രാധാന്യം കൊടുത്തു. ഇൻ കോൺട്രാസ്റ്റ്, ഏതിന് വിരുദ്ധമായിട്ട്? നെഹ്റു മോഡലിന് എതിരായിട്ട്. അല്ലെങ്കിൽ നെഹ്റു മോഡൽ, പിന്നെ നെഹ്റു മോഡൽ എന്ന് പറയുന്നത് 2nd 5 ഇയർ പ്ലാനിൽ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട്. നെഹ്റു മഹലനോബിസ് മോഡൽ. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നെങ്കിലും അതെന്ത്, നെഹ്റു മഹലനോബിസ് മോഡലാണ്. അപ്പം നെഹ്റുവിയൻ മോഡൽ എന്ന് പറയുന്ന 5 ഇയർ പ്ലാനിൽ അഡോപ്റ്റ് ചെയ്ത ചില കോൺസെപ്റ്റ്, നെഹ്റുവിൻ്റെ കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെതിരായിട്ട് ഈ 5th 5 ഇയർ പ്ലാനിൽ അവർ എംപ്ലോയ്മെന്റിന് ഊന്നൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കുന്നത് 5th 5 ഇയർ പ്ലാനിൽ നിന്ന്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് 5th 5 ഇയർ പ്ലാനിൻ്റെ ഫീച്ചേഴ്സ്? ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, നമുക്ക് ലാസ്റ്റ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ലാസ്റ്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കണ്ടോ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന ഒന്ന് നോക്ക്. 1974-78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. രണ്ടാമത്തെ പ്രസ്താവന എന്താ? ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി. കണ്ടോ, ഗരീബി ഹഠാവോ ഇവിടെ വന്നുണ്ടോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം, നാഷണൽ ഹൈവേ സിസ്റ്റം ആരംഭിച്ചു. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. ശരിയാണോ നോക്കുക. നമ്മൾ 74-79 പദ്ധതി പഠിച്ചത്. പക്ഷെ ഇവർ പറഞ്ഞേക്കുന്നത് 74-78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. അപ്പോൾ ഇതിനകത്തൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് വർഷങ്ങളിൽ. അപ്പോൾ ഇത് ആൻസർ കിട്ടുമോ നോക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്ത നോക്ക്, 2022 ഫയർമാൻ ട്രെയിനിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി അലിവേഷൻ അല്ലെങ്കിൽ പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടി ഒരു പരിപാടി നടപ്പിലാക്കി ഇന്ത്യ ഗവൺമെന്റ്. അതിന്റെ പേരാണ് 20 പരിപാടികൾ എന്ന് പറയും. 20 പോയിന്റ് പ്രോഗ്രാംസ് എന്ന് പറയും. 20 പോയിന്റ് പ്രോഗ്രാംസ് എന്ന് പറയും. അത് നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അതാണ് ചോദ്യം. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ 4 പഞ്ചവത്സര പദ്ധതിയിൽ ഇനി ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ 5 ഇയർ പ്ലാൻസിൽ മനസ്സിലായില്ല. അത് വീണ്ടും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം.
അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഓവറാൾ ഒന്ന് നോക്കുകയാണ്, എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കുകയാണ്, ഒരു ഓവർവ്യൂ. അതായത് ഓവറാൾ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയിട്ട് പിന്നെ നമ്മൾ ഡീപ്പായിട്ട് ഓരോ വർഷവും എടുത്ത് പഠിക്കും. ഓക്കെ, അപ്പോൾ നോക്കി ഈ പദ്ധതിയുടെ ഫോക്കസ് എന്തായിരുന്നടേ, പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ, മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഓരോ പദ്ധതിക്കും മെയിൻ അല്ലെ ഒബ്ജക്റ്റീവ് ഉണ്ട് നമുക്കറിയാം. നോക്ക്, പോവർട്ടി ഇറാഡിക്കേഷൻ. എന്തൊക്കെയായിരുന്നു? പോവർട്ടി ഇറാഡിക്കേഷൻ. ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സെൽഫ് റിലയൻസ്. എന്താണ് സെൽഫ് റിലയൻസ്? സ്വാശ്രയത്വം. ലാസ്റ്റ് വൺ എംപ്ലോയ്മെന്റ് ജനറേഷൻ അല്ലേ, തൊഴിൽ സൃഷ്ടിക്കൽ, തൊഴിൽ സൃഷ്ടി. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഫോക്കസ്? എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പോവർട്ടി ഇറാഡിക്കേഷൻ, സെൽഫ് റിലയൻസ്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, അതുപോലെ തൊഴിൽ സൃഷ്ടിക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ. ഇതൊക്കെയായിരുന്നു ഈ 5ാം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്ക്, ഈ പദ്ധതി മുന്നോട്ട് വെച്ചൊരു സ്ലോഗൻ ഉണ്ട്, ഗരീബി ഹഠാവോ അല്ലേ. ഗരീബി ഹഠാവോ എന്ന് വെച്ചാൽ എന്താണ്? പോവർട്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കുക, ഇറാഡിക്കേറ്റ് പോവർട്ടി, ഇറാഡിക്കേറ്റ് പോവർട്ടി. അതാണ് ഗരീബി ഹഠാവോയുടെ മീനിങ്. ഗരീബി ഹഠാവോ എന്ന് വെച്ചാൽ എന്താണ്? പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് മുദ്രാവാക്യം എന്ന് പറയുന്ന സ്ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പദ്ധതി മുന്നോട്ട് വെച്ചൊരു സ്ലോഗൻ, കാരണം ഇന്ത്യ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ഇക്കണോമിക് പ്രോബ്ലം ആയിരുന്നു പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് പ്രധാനപ്പെട്ട, നമ്മൾ ആദ്യം പറഞ്ഞുണ്ടോ പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതാണ്? പോവർട്ടി ഇറാഡിക്കേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി കൂടി ഉദ്ദേശിച്ചുള്ളൊരു പദ്ധതിയായിരുന്നു 5ാം പദ്ധതി. അതുകൊണ്ട് ഈ പദ്ധതി കാലത്ത് ഉയർന്ന ഒരു മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ. ഗരീബി ഹഠാവോ, റിമൂവ് പോവർട്ടി എന്ന് പറയും. എൻ്റെ മീനിങ് എന്താണ്? റിമൂവ് പോവർട്ടി. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ ഇതിന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാമാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ്. ഈ പദ്ധതി കാലത്ത് എന്ത് കൊണ്ടുവന്നു? ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, FWP, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ജോലിക്ക് കൂലി, ഭക്ഷണം പദ്ധതി. വേജ് അല്ല കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? പണമായിട്ടല്ല കൊടുക്കുന്നത്. പിന്നെയോ അതിന് പകരം ഫുഡ് ഗ്രെയിൻസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ കാര്യം എന്താണ്? അത്രത്തോളം ദാരിദ്ര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അതില്ലാതാക്കണം. അതിന് വേണ്ടി അവർ കൊണ്ടുവന്നൊരു പദ്ധതി, പ്രമുഖ പദ്ധതി, 5ാം പദ്ധതി കാലത്ത് കൊണ്ടുവന്ന ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആയിരുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിരുന്നു ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, ജോലിക്ക് കൂലി, ഭക്ഷണം പദ്ധതി. ക്ലിയർ ആണല്ലോ? അത് ഈ പദ്ധതി കാലത്ത് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം, MNP, മിനിമം നീഡ്സ് പ്രോഗ്രാം. ആൻഡ് 20 പോയിന്റ് പ്രോഗ്രാം. കണ്ടോ, ഇപ്പൊ ആൻസർ കിട്ടിക്കാണല്ലോ. അതിന്റെ 20 പോയിന്റ് പ്രോഗ്രാം, 20 ദിന പരിപാടികൾ വേർ സ്റ്റാർട്ടഡ്. അപ്പൊ ഈ പദ്ധതി കാലത്ത് കൊണ്ടുവന്ന ഇന്ത്യയുടെ അഭിമാന പദ്ധതികളായിരുന്നു മിനിമം നീഡ്സ് പ്രോഗ്രാം അല്ലേ. അതായത് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ നേടിയെടുക്കുന്ന പദ്ധതി മിനിമം നീഡ്സ് പ്രോഗ്രാം. അതുപോലെ 20 പോയിന്റ് പ്രോഗ്രാം, ഇതാണ് 20 ദിന പരിപാടികൾ എന്ന് പറയും. ഇതൊക്കെ എന്തിനു വേണ്ടി? ഇതെല്ലാം പോവർട്ടി ഇറാഡിക്കേഷൻ. കാരണം ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പോവർട്ടി ഇറാഡിക്കേഷൻ ആയിരുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ പദ്ധതികൾ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ പദ്ധതി കാലത്ത് കൊണ്ടുവന്നു. അതൊന്ന് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, മിനിമം നീഡ്സ് പ്രോഗ്രാം, 20 പോയിന്റ് പ്രോഗ്രാം. ഇതൊക്കെ പോവർട്ടിയുമായി ബന്ധപ്പെട്ട, പോവർട്ടി ഇറാഡിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം. ഈ കാലഘട്ടത്തിൽ വന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം. കണ്ടോ, ഏതോ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇത് ഈ പോയിന്റ് വന്നാണ്ടോ? ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം, ഇന്ത്യൻ ദേശീയ ഹൈവേ സംവിധാനം, ഇന്ത്യയുടെ ദേശീയ ഹൈവേ സംവിധാനം. ഹൈവേ ആക്ട് അല്ല കേട്ടോ, ഹൈവേ സംവിധാനം നിലവിൽ വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഈ 5th 5-year പ്ലാൻ പീരീഡിലാണ്. ക്ലിയർ അല്ലേ? ഇനി ദാ നോക്ക്, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, DP ധാർ പ്രിപ്പയർഡ് ദ 5-year പ്ലാൻ. ഈ കാലഘട്ടത്തിൽ DP ധാർ ആയിരുന്നു ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ. അദ്ദേഹമാണ് ഇതിന്റെ പ്ലാനിംഗ് കമ്പനി 5-year പ്ലാൻസിന്റെ കരട് തയ്യാറാക്കിയത്. അതിന്റെ അന്തിമ രൂപം നൽകിയതാണ്. കരട് തയ്യാറാക്കുക, ഡ്രാഫ്റ്റ് ചെയ്യുക, അന്തിമ രൂപം നൽകിയത് ആരായിരുന്നു? അന്തിമ രൂപം നൽകാൻ നേതൃത്വം കൊടുത്തത് DP ധാർ ആയിരുന്നു. ഇത് ഒരുപാട് തവണ ഈ സ്റ്റേറ്റ്മെന്റ് പല ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട്. DP ധാർ പ്രിപ്പയർഡ് ദ 5-year പ്ലാൻ. അപ്പൊ ഇത് നമുക്ക് DP ധാർ പദ്ധതിയൊക്കെ നടപ്പിലാക്കിയെന്നറിയാം, പക്ഷേ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഏത് പദ്ധതി എന്ന് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഉറപ്പിച്ച് പഠിക്കുക, DP ധാർ ഏത് 5-year പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്? 5-year പ്ലാനുമായി ബന്ധപ്പെട്ട് 5th 5-year പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ആര് ബന്ധപ്പെട്ടിരിക്കുന്നു? DP ധാർ. അദ്ദേഹമാണ് ആ പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയത്. DP ധാർ ആ കാലഘട്ടത്തിൽ പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നോക്ക്, ഇനി നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്, ദിസ് പ്ലാൻ, ദ ഫിഫ്ത്ത് 5-year പ്ലാൻ വാസ് ടെർമിനേറ്റഡ് ബൈ മൊറാർജി ദേശായി. അപ്പൊ ഈ പദ്ധതി എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മീൻസ് സ്റ്റോപ്പ് ചെയ്തു, അല്ലെ, നിർത്തലാക്കി. ആരാണ്? ബൈ മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ വിശേഷണം അറിയാമല്ലോ. ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ നോൺ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് ആര്? മൊറാർജി ദേശായി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം വന്നതിന് ശേഷം എന്താണ്? കോൺഗ്രസ് ഇതുവരെ എന്താണ്? കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന. ജവഹർലാൽ നെഹ്റു, അല്ലെ, അതിനുശേഷം ആരൊക്കെ? ലാൽ ബഹദൂർ ശാസ്ത്രി, പിന്നീട് ആര് വരുന്നു? ഇന്ദിരാഗാന്ധി വരുന്നു. അപ്പൊ ഇവരൊക്കെയാണ് എന്ത്? ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പുതിയൊരു ഗവൺമെന്റ് വരുന്നു. നോൺ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് വരുന്നത്. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മൊറാർജി ദേശായി ആയിരുന്നു അതിന്റെ ലീഡർ എന്ന് പറയുന്നത്, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം അതുവരെ നടപ്പിലാക്കി, അതായത് 5th 5-year പ്ലാൻ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 5th 5-year പ്ലാൻ അദ്ദേഹം എന്ത് ചെയ്തു? ടെർമിനേറ്റ് ചെയ്തു, നിർത്തലാക്കി. ആരാണ്ടെ നിർത്തലാക്കിയത്? മൊറാർജി ദേശായി. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ദ പ്ലാൻ വാസ്, അല്ലെ, ദി 5th 5-year പ്ലാൻ വാസ് ടെർമിനേറ്റഡ് ബൈ ഹൂം എന്ന് ചോദിക്കും. ആരാണ്? മൊറാർജി ദേശായി. ആരാണ്ടെ നിർത്തലാക്കിയത്? മൊറാർജി ദേശായി. ആ സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അത് കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ അല്ല, പിന്നെയോ ജനതാ പാർട്ടിയെ ലീഡ് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ഇനി മൊറാർജി ദേശായി ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്ലാൻ കാൾഡ് റോളിംഗ് പ്ലാൻ. ഒരുപാട് തവണ ചോദിച്ചാണ്. ഇപ്പൊ അടുത്ത സമയത്ത് മറ്റൊരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടതാണ് റോളിംഗ് പ്ലാൻ. ഇതിന് പകരം അപ്പൊ ഇതിനെ ഈ 5th 5-year പ്ലാൻ ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ ടെർമിനേറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം പുതിയൊരു പദ്ധതി കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു പദ്ധതി കൊണ്ടുവന്നു. അതിന്റെ പേരാണ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാൻ അതിന്റെ പീരീഡ് 78 മുതൽ 83 വരെയാണ്. 1978 മുതൽ 83 വരെ അദ്ദേഹം എന്താണ്? 5 വർഷക്കാലത്തേക്ക്, എന്ന് വെച്ചാൽ അതുവരെയുള്ള 5-year പ്ലാൻ അദ്ദേഹത്തിന് വിശ്വാസമില്ല. ആ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്തു? അദ്ദേഹം മാറ്റിവെച്ചിട്ട് പുതിയൊരു പ്ലാൻ കൊണ്ടുവന്നു, റോളിംഗ് പ്ലാൻ. ഇത് 5 വർഷക്കാലത്തേക്കാണ് കൊണ്ടുവന്നത്. പക്ഷെ അത് 5-year പ്ലാൻ എന്നല്ല അവർ വിളിച്ചത്. പിന്നെയോ റോളിംഗ് പ്ലാൻ. അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? നേരത്തെയുള്ള 5-year പ്ലാൻസ് ഒക്കെ എന്താണ്? 5 വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്യുന്ന, 5 വർഷത്തേക്കുള്ള ലക്ഷ്യം നേടിയെടുക്കാനുള്ള പദ്ധതികളാണ്. പക്ഷെ ഇതങ്ങനെയല്ല. 5 വർഷക്കാലങ്ങളാണെങ്കിലും ഓരോ വർഷം ആനുവൽ, അല്ലെ, പ്രിഫറൻസ് ആണ് അതിനുള്ളത്. ഓരോ പദ്ധതിക്ക് എന്താണ്? ആനുവൽ പ്രിഫറൻസ് എന്ന് വെച്ചാൽ ഓരോ വർഷത്തെയും പദ്ധതികളാണ് ഇവർ നടപ്പിലാക്കുന്നത്. 5 വർഷ കാലാവധി ഉണ്ടെങ്കിലും അതിൽ ഓരോ വർഷത്തെ പദ്ധതികൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കും. മനസ്സിലായില്ലേ? മാത്രമല്ല ഓരോ വർഷം കഴിയുമ്പോൾ അത് അസസ് ചെയ്യും, വിലയിരുത്തും. പക്ഷെ മറ്റതെന്താണ്? നേരത്തെയുള്ള 5-year പ്ലാൻസ്, നമ്മൾ 4th 5-year പ്ലാൻ വരെയുള്ളത്, അതെങ്ങനെയാണ്? 5 വർഷം കഴിയുമ്പോഴേ അത് വിലയിരുത്തപ്പെടുന്നുള്ളൂ. അതാണ് ആ 5-year പ്ലാന്റെ പ്രത്യേകത. ഇത് 5-year പീരീഡിലേക്കാണ് തുടക്കത്തിൽ കൊണ്ടുവന്നത്. പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇവർക്ക്. മൊറാർജി ദേശായിക്കും കഴിയില്ല. നമ്മൾ ഇനി പഠിക്കും. അപ്പോൾ ഇത് ആനുവൽ പ്ലാൻസ് ആയിട്ടാണ്. ഈ 5 വർഷ കാലഘട്ടത്തിൽ ഓരോ വർഷത്തെയും നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് നടപ്പിലാക്കിയത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? റോളിംഗ് പ്ലാൻ എന്ന് വിളിക്കും. ഏത് കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്? ഏത് കാലഘട്ടത്തിലേക്കാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ എന്താണ്? ഫ്രം 1978 to 83, 1978 മുതൽ 83 വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. ഏത് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട്? 5th 5-year പ്ലാൻ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട്. ആര് ടെർമിനേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ആരാണ്? മൊറാർജി ദേശായി. ക്ലിയർ അല്ലേ? ഇനി ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമാണ് ഇത് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ICDSന്റെ ഫുൾ ഫോം എന്താണ്ട്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. നമ്മൾ അങ്കണവാടികൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ICDS എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കാൻ, അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പോഷകാഹാരം ലഭ്യമാക്കാനൊക്കെ ഉള്ള പദ്ധതിയാണ് ഇത് ICDS എന്ന് പറയുന്നത്. ഈ ICDS നിലവിൽ വന്നത് ഏത് പദ്ധതി കാലത്ത്? ഈ 5th 5-year പ്ലാൻ പീരീഡിൽ ആണ്. ഓക്കെ ആണല്ലോ? ഇതാ നോക്ക്, മറ്റൊരു പദ്ധതി കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, CADP, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. 74-75 കാലഘട്ടത്തിൽ, എന്നിട്ട് വേണമെങ്കിൽ 74 എന്നും പറയാം കേട്ടോ, 74 എന്നും കൊടുക്കാറുണ്ട്. 74-75 ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്ന് പറഞ്ഞാൽ കാർഷിക വികസനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും ഇറിഗേറ്റഡ് ആയിരുന്നില്ല. കാർഷിക മേഖലയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാർഷിക പുരോഗതിക്ക് വേണ്ടി കാർഷിക രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഇൻക്ലൂഡിംഗ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതിനുവേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ എന്ത് ചെയ്യുക? മുന്നോക്കം കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം.
അപ്പോൾ ഇതും ഏത് കാലഘട്ടത്തിലാണ്? 5th 5 year പ്ലാൻ പീരീഡിലാണ്. കൃത്യമായി പറഞ്ഞാൽ 74-75 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയതാണ്. ക്ലിയർ അല്ലേ? ഇനി ദാ നോക്ക്, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നൊരു പോയിന്റ് ആണ്. The growth rate set by the 5th 5 year plan was 4.4%. The growth rate set by the 5th 5 year, അതായത് 5th 5 year പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിന്റെ ഡ്രാഫ്റ്റിൽ പറഞ്ഞിരുന്നത് ഈ 5 year പ്ലാൻ കഴിയുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 4.4% നമുക്ക് അച്ചീവ് ചെയ്യണം, ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, ടാർഗറ്റ് ഇട്ടുകൊണ്ടാണ് 5th 5 year പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എത്രയായിരുന്നു ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ്? എത്രയാണ്ട്? 4.4% ആയിരുന്നു. അങ്ങനെ പദ്ധതി അവസാനിച്ച് നമ്മുടെ ഗ്രോത്ത് റേറ്റ് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ, അസസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്, വിലയിരുത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് അച്ചീവ്ഡ് 4.8%. എത്രയായിട്ട്? നമ്മൾ ടാർഗറ്റ് ചെയ്ത 4.4 ആണെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്തത് 0.4% കൂടി നമ്മൾ കൂടുതൽ കിട്ടി. 4.8% ഗ്രോത്ത് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഗ്രോത്ത് റേറ്റ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യനിലോ മറ്റോ ചോദിച്ചല്ലേ? അപ്പോൾ 4.4% ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? 5th 5 year പ്ലാൻ നമ്മുടെ ഗ്രോത്ത് റേറ്റ്, ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ്. എന്നാൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നോ കുറവായിരുന്നോ? കൂടുതലായിരുന്നു. എത്രയായിരുന്നു? 4.8% ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് സക്സസ് ആയിട്ടുള്ള, നമ്മൾ അതുവരെയുള്ള 5 year പ്ലാൻസ് ഒക്കെ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? ഒരുപാട് ഡിഫിക്കൽട്ടീസ് നേരിട്ട, അല്ലെ, പരാജയം നേരിട്ട 5 year പ്ലാൻസ് ആയിരുന്നു നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ 5 year പ്ലാൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഒരു സക്സസിലേക്ക്, ഇന്ത്യൻ 5 year പ്ലാൻ സക്സസിലേക്ക് പോയൊരു പദ്ധതി കൂടിയാണ് ഈ 5th 5 year പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഓവറാൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത്രയും പ്രോഗ്രാംസ് ആണ് പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ 5th 5 year പ്ലാൻ പീരീഡ് കാലഘട്ടത്തിൽ നമ്മൾ നടപ്പിലാക്കിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പോകുന്ന ഓരോ വർഷവും എടുത്ത് നമ്മൾ പഠിക്കുകയാണ്. ഓരോ കാര്യം 5th 5 year പ്ലാനിലാണ് നടപ്പിലാക്കിയതെങ്കിലും ചിലപ്പോൾ എന്താണ് എക്സാമിന് ഓരോ വർഷം ഏത് വർഷമാണെന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. കാരണം 73 മുതൽ ആണ് നമ്മൾ 74 മുതൽ 79 വരെയാണ് ഈ 5th 5 year പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വർഷവും എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. നോക്കാം, 74 എന്താണ് പ്രത്യേകത? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം CADP നടപ്പിലാക്കി. വാസ് ഇംപ്ലിമെന്റഡ് വിത്ത് ദ എയിം ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഇറിഗേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 5th 5 year പ്ലാൻ പീരീഡിലാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതൊന്ന് പഠിക്കുക. മറ്റൊന്ന് ഇത് 74 കൊണ്ടുവന്നതെന്ന് പഠിക്കുക. ഇനി എന്താണ് ഇതിന്റെ പർപ്പസ്, എന്താണ് ഉദ്ദേശമെന്ന് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ടേ നമുക്ക് കാര്യമുള്ളൂ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഇറിഗേഷൻ, അല്ലെങ്കിൽ ഇംപ്രൂവ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഇറിഗേഷൻ, കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. അതുപോലെ എന്താണ്? ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇതായിരുന്നു ഇതിന്റെ ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഏത് പദ്ധതിയുടെ ഉദ്ദേശം? കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇംപ്ലിമെന്റഡ് ഇൻ 1974, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഏത് ഫിനാൻഷ്യൽ ഇയറിലെന്ന് ചോദിച്ചാൽ 74-75 ഫിനാൻഷ്യൽ ഇയർ. 74 കൊണ്ടുവന്നത്. ഏത് വർഷത്തേക്കാണ്? 74-75 ഫിനാൻഷ്യൽ ഇയറിലാണ് ഇത് കൊണ്ടുവന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത് നോക്ക്, ഇൻ 2004. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ 2004 എന്താണ് ഇവിടെ ഇമ്പോർട്ടൻസ്, അല്ലേ? എന്താണ് ഇൻ 2004 ദ സ്ട്രക്ചർ? ഏതിന്റെ സ്ട്രക്ചർ? ഈ CADP കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 2004 ആയപ്പോഴേക്കും അതിന്റെ സ്ട്രക്ചർ ആൻഡ് നെയിം വെയർ ചേഞ്ച്ഡ്. അതിന്റെ ഘടനയിലും അതിന്റെ പേരിലും മാറ്റങ്ങൾ വരുത്തി. ആൻഡ് ബിക്കെയിം കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് പ്രോഗ്രാം എന്നാക്കി മാറ്റി. അപ്പോൾ 74 കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പേരിൽ കൊണ്ടുവന്ന പദ്ധതി 2004 അല്ലേ, 2004 ആയപ്പോഴേക്കും അതിന്റെ പേരെന്താക്കി മാറ്റി? അതിന്റെ സ്ട്രക്ചർ, അതുപോലെ പേര്, അതിന്റെ ഘടനയിലും പേരിലും ഒക്കെ മാറ്റം വരുത്തി. അതെന്തായി മാറി? ആ പദ്ധതി CADP എന്ന പദ്ധതി CADWM ആയി മാറി. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് പ്രോഗ്രാം. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് പ്രോഗ്രാം. കാരണം എന്താണ്? അഗ്രികൾച്ചർ പ്രൊഡക്ഷനോടൊപ്പം ഇറിഗേഷന് കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വാട്ടർ മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 2004. അപ്പൊ എന്നാണത് റീസ്ട്രക്ചർ ചെയ്തതെന്ന് ചോദിച്ചാൽ, അല്ലെ ഘടനയിൽ മാറ്റം വരുത്തി റീസ്ട്രക്ചർ ചെയ്തത് അല്ലെങ്കിൽ പേര് മാറ്റിയത് എന്ന് ചോദിച്ചാൽ എന്നാണ്? ഇൻ 2004 മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ പേരെന്താണ്? കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് പ്രോഗ്രാം CADWM എന്നാക്കി മാറ്റിയതിന്റെ പേര്. ക്ലിയർ അല്ലേ?
ഓക്കെ ആണല്ലോ? അപ്പൊ ഈ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ 2 പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി നോക്ക്, ദ മിനിമം നീഡ്സ് പ്രോഗ്രാം സ്കീം വാസ് സ്റ്റാർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ദ മിനിമം നീഡ്സ് പ്രോഗ്രാം അല്ലെ, MNP മിനിമം നീഡ്സ് പ്രോഗ്രാം, അതും എന്നാണ് 74-ലാണ്. അപ്പൊ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 74, മിനിമം നീഡ്സ് പ്രോഗ്രാം സ്കീം വാസ് സ്റ്റാർട്ടഡ്. അതെന്തിനാണ്? ടു റാഡിക്കേറ്റ് പോവർട്ടി, ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക, ബേസിക് ഫെസിലിറ്റീസ് ഉറപ്പാക്കുന്നതിന് പദ്ധതിയാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇറാഡിക്കേറ്റ് പോവർട്ടി. അതും 1974 കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അപ്പൊ ഇതാണ് 74 പ്രധാനപ്പെട്ട പദ്ധതികൾ അല്ലെ. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാമും മിനിമം നീഡ്സ് പ്രോഗ്രാമാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. പിന്നെ പറഞ്ഞു കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ത് ചെയ്തു? റീസ്ട്രക്ചർ ചെയ്ത കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അവിടെ. ക്ലിയർ അല്ലേ? ഇനി 1975 പോകുന്നു, 75 പോകാം. നോക്കാം, 75 പ്രത്യേകത എന്താണ്? 20 പോയിന്റ് പ്രോഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ 20 പരിപാടികൾ നടപ്പിലാക്കി. 20 പോയിന്റ് പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ് വിത്ത് എയിം ഓഫ് പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യവുമായിട്ട് മിനിമം നീഡ്സ് പ്രോഗ്രാം നടപ്പിലാക്കിയതുപോലെ 74 നടപ്പിലാക്കിയതുപോലെ തൊട്ടടുത്ത വർഷം 75 20 പരിപാടികൾ നടപ്പിലാക്കി. 20 പോയിന്റ് പ്രോഗ്രാം. അതിന്റെ ലക്ഷ്യം എന്താണ്? പോവർട്ടി ഇറാഡിക്കേഷൻ തന്നെയാണ്. പോവർട്ടി ഇറാഡിക്കേഷൻ, കാരണം പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ 20 പോയിന്റ് പ്രോഗ്രാം കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? ഫോർ പോവർട്ടി ഇറാഡിക്കേഷൻ. 20 പദ്ധതി എന്നാണ്, മറക്കരുത്. 75 വർഷങ്ങൾ തിരിഞ്ഞു പോകരുത്. 1975 ഇപ്പോഴേ പഠിച്ച് ഉറപ്പാക്കുക. 75 20 പരിപാടികൾ കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? ഇനി ഗുജറാത്ത് ഹാസ് ബീൻ എമംഗ് ദ ഫ്രണ്ട് റാങ്കിങ് സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി in implementation of the 20 point program. അപ്പോൾ അന്ന് ജസ്റ്റ് ഇതിന്റെ ഒരു അഡീഷണൽ അവയർനെസ്സിന് വേണ്ടി തന്നതാണ്. എന്ത്? ഗുജറാത്ത്, നമ്മുടെ ഗുജറാത്ത് സ്റ്റേറ്റ്, പ്രധാനമന്ത്രിയുടെ നാട് അല്ലേ. ഗുജറാത്ത് ഹാസ് ബീൻ എമംഗ് ദ ഫ്രണ്ട് റാങ്കിങ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ്സ്. എന്തിന്റെ കാര്യത്തിൽ? ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് 20 പോയിന്റ് പ്രോഗ്രാം. ഈ 20 പരിപാടികൾ നടപ്പിലാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ 20 പരിപാടികൾ ആദ്യമായിട്ട് നടപ്പിലാക്കിയല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിച്ചുകളരുത്. ആദ്യമായിട്ട് നടപ്പിലാക്കിയത് അങ്ങനെയല്ല. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ മാത്രമല്ല, കുറേ സ്റ്റേറ്റുകൾ നടപ്പിലാക്കി. അപ്പോൾ ഇതെന്താണ്? ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. 20 പരിപാടി കൊണ്ടുവന്നാൽ പോരല്ലോ, അത് എന്ത് ചെയ്യണം? അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടണം. പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന്റെ ഈ പദ്ധതി നടപ്പിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ മുൻനിര റാങ്കിൽ ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഗുജറാത്താണെന്ന് വെച്ചാൽ അത് നടപ്പിലാക്കുന്നതിൽ വലിയ തോതിൽ വിജയിച്ചൊരു സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അവർ കാര്യമായിട്ട് എന്ത് ചെയ്തു? ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എന്ത്? പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ അവർക്ക് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്തതിൽ മുന്നിൽ നിന്ന സംസ്ഥാനം ഏതാണ്ട്? ഗുജറാത്ത്. മറക്കരുത്, ഗുജറാത്ത്. ഇനി ഇതൊക്കെ നടപ്പിലാക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ആരാണ്? ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അതായത് 74 ഏത് നടപ്പിലാക്കുമ്പോൾ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണെങ്കിലും മിനിമം നീഡ്സ് പ്രോഗ്രാം ആണെങ്കിലും അതുപോലെ 20 പോയിന്റ് പ്രോഗ്രാം ആണെങ്കിലും ഇതൊക്കെ നടപ്പിലാക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം എന്താണ് ഈ പിന്നെ ഇവരുടെ ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. അതിനുശേഷം എന്താണ്? നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രി വരുന്നുണ്ട്. അതിനുശേഷം എന്താണ്? നമ്മൾ ഇന്ത്യയുടെ അധികാരം ആരിലേക്ക് വരികയാണ്? ഇന്ദിരാഗാന്ധിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ 5th 5 year പ്ലാൻ പീരീഡിൽ ആരാണ് പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്ടേ? ഇന്ദിരാഗാന്ധി. ഇനി ഏപ്രിൽ 19 1975 തന്നെയാണ് ഏപ്രിൽ 19 പ്രത്യേകത എന്താണ്? ലോഞ്ച് ഓഫ് ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് അല്ലേ, നമ്മുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം നമ്മൾ വിക്ഷേപിച്ചു. എന്താണ്? 1975 ഏപ്രിൽ 19 നമ്മൾ അഭിമാന പദ്ധതിയായിരുന്നു ലോഞ്ച് ഓഫ് ആര്യഭട്ട അല്ലേ. ഫ്രാൻസിൽ നിന്ന് അല്ലേ, ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് നമ്മളത് വിക്ഷേപിച്ചത്, ഇന്ത്യയിൽ നിന്നല്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1975 ഏപ്രിൽ 19. അപ്പോൾ ഓർക്കുക, ആര്യഭട്ട നമ്മുടെ കൃത്രിമ ഉപഗ്രഹം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എന്നാണ് വിക്ഷേപിച്ചത്? ആ വർഷവും ഡേറ്റും കൃത്യമായിട്ട് പഠിക്കുക. 1975 ഏപ്രിൽ 19 ഏപ്രിൽ 19, മറക്കരുത്. 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചത്. അപ്പോൾ അത് ഏത് 5 year പ്ലാൻ പീരീഡിലാണ്? 5th 5 year പ്ലാൻ പീരീഡിലാണ് വരുന്നത്. ഓക്കെ, ഇനി നോക്ക് 1975 ജൂൺ 25 എന്താണ് പ്രത്യേകത? സ്റ്റേറ്റ് എമർജൻസി വാസ് ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ.
മറ്റൊരു സ്റ്റേറ്റ് എമർജൻസി വരികയാണ്, മറ്റൊരു അടിയന്തരാവസ്ഥ നാഷണൽ എമർജൻസി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചു. നമ്മൾ നേരത്തെ ഇന്ത്യ ചൈന വാറിന് ശേഷം ഒക്കെ സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പഠിച്ചിരുന്നു. ഇതാ ജൂൺ 25 വീണ്ടും അത് മറ്റൊരു എമർജൻസി. ഏത് ആർട്ടിക്കിൾ അനുസരിച്ച്? ആർട്ടിക്കിൾ 352 അനുസരിച്ച്, ആർട്ടിക്കിൾ 352 അനുസരിച്ച് മറ്റൊരു ദേശീയ അടിയന്തരാവസ്ഥ വരുന്നു. എന്ന് ജൂൺ 25, 1975 ജൂൺ 25 മറ്റൊരു അടിയന്തരാവസ്ഥ വരികയാണ്, അല്ലേ? ഏത് ആർട്ടിക്കിൾ അനുസരിച്ച്? ആർട്ടിക്കിൾ 352. അറിയാലോ എമർജൻസിയുടെ ആർട്ടിക്കിൾസ് 352, 4 വർഷം കൂട്ടുക 56, വീണ്ടും 4 വർഷം കൂട്ടുക എത്ര? 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. 356 എന്താണ്? പ്രാദേശിക തലങ്ങളിലുള്ള അടിയന്തരാവസ്ഥ. നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് 352 ആണ്. ആ 352 പ്രകാരം 1975 ജൂൺ 25 എന്ത് വരുന്നു? നാഷണൽ എമർജൻസി, മറ്റൊരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. അത് 5th 5 year പ്ലാൻ പീരീഡിലാണ്. നോക്ക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ ഓൺ ഹൂ സൈൻഡ് ദ എമർജൻസി പ്രൊക്ലമേഷൻ. 1975 ഈ ദേശീയ അടിയന്തരാവസ്ഥയിൽ അത് ഒപ്പുവെച്ച, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് പ്രാബല്യത്തിൽ വരത്തുള്ളൂ. അപ്പൊ ദ മാൻ അല്ലെങ്കിൽ ദ ഓൺ ഹൂ സൈൻഡ് ദ എമർജൻസി പ്രൊക്ലമേഷൻ, ഈ അടിയന്തരാവസ്ഥ വിളംബരത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ ഒപ്പുവെച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ 75 നാഷണൽ എമർജൻസി ഒപ്പുവെച്ചത് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓക്കെ, ഇനി 75 തന്നെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് 1975 ഒക്ടോബർ 2 ICDS came to existence, Integrated Child Development Services, അല്ലെ? ICDS came to existence. എന്ത് നിലവിൽ വന്നു? ICDS നിലവിൽ വന്നു, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്, സംയോജിത ശിശു വികസന പദ്ധതി എന്ന് പറയും. സംയോജന ശിശു വികസന പദ്ധതി ICDS വന്നു. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് സ്കീം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് സ്കീം എന്ന് പറയും. ICDS നിലവിൽ വന്നു. അതെന്നാണ്? മറക്കരുത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1975 ഒക്ടോബർ 2. 1975 ഒക്ടോബർ 2 ICDS. ഏത് വഴിയാണ് നടപ്പിലാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു. ഏത് വഴിയാണ് നടപ്പിലാക്കുന്നത്? ഓർമ്മയുണ്ടോ? അങ്കണവാടികൾ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്, സംയോജിത ശിശു വികസന പദ്ധതി. ഇനി ഇറ്റ് കെയിം ടു ഇഫക്റ്റ് ഇൻ വേങ്ങര ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. ഇത് എവിടെയാണ് നിലവിൽ വന്നത്? വേങ്ങര ഇൻ ദ മലപ്പുറം ഡിസ്ട്രിക്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്ങര എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് കേരളത്തിൽ നിലവിൽ വരുന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിരുന്നു. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഈ ICDS നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണ്. മറക്കരുത്, എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന സ്ഥലത്താണ്. ക്ലിയർ ആണല്ലോ? ഇനി ICDS is the scheme that was started in the connection with the 106th birth anniversary of Gandhiji. നമുക്കറിയാം ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്, ഗാന്ധിജിയുടെ ബർത്ത് ഡേ ആണ്, അല്ലേ? ആ ബർത്ത് ആനിവേഴ്സറിക്ക് എത്രാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ്? 106ാം ജന്മവാർഷിക ദിനത്തിലാണ്. 106ാമത് ജന്മവാർഷിക, ഗാന്ധിജിയുടെ 106ാമത് ജന്മവാർഷിക ദിനത്തിലാണ്, ബർത്ത് ആനിവേഴ്സറി ഡേയിലാണ് നമ്മൾ എന്ത് പ്രൊക്ലൈം ചെയ്യുന്നത്, എന്ത് പ്രഖ്യാപിക്കുന്നത്? ICDS പ്രഖ്യാപിച്ചത്. അപ്പൊ ICDS പ്രഖ്യാപിച്ച് ഓർക്കുക, ഏത് ദിവസമാണ്? ഒക്ടോബർ 2. അത് ഗാന്ധിജിയുടെ ജന്മദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പിന്നെ ഓർക്കുക, അത് ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷിക ദിനമാണ്? 106ാമത് ജന്മവാർഷികമാണ്. 106ാമത് ജന്മവാർഷികത്തിനാണ് ഏത് നടപ്പിലാക്കിയത്? ഈ ICDS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കി, 75 തന്നെ മറ്റൊരു പ്രത്യേകത, ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക്, ആദ്യത്തെ പ്രാദേശിക ഗ്രാമീണ ബാങ്ക്, RRB എന്ന് പറയും. RRB കേട്ടുകാണല്ലോ, RRBs, നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക്. കേരളത്തിലെ ഒരു RRB ആണ് ഇത്, കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക്, ആദ്യത്തെ പ്രാദേശിക ഗ്രാമീണ ബാങ്ക് അത് സ്ഥാപിച്ചു. ആദ്യത്തെ പ്രാദേശിക ഗ്രാമീണ ബാങ്ക് അത് 1975 തന്നെയാണ്. ആദ്യത്തെ പ്രാദേശിക ഗ്രാമീണ ബാങ്കിന്റെ പേരാണ് പ്രഥമ ഗ്രാമീൺ ബാങ്ക്. പ്രഥമ ഗ്രാമീൺ ബാങ്ക്, പ്രഥമ പേര് അങ്ങനെയാണ് കേട്ടോ, പ്രഥമ ഗ്രാമീൺ ബാങ്ക്. എവിടെയാണ്? മൊറാദാബാദ്, ഉത്തർപ്രദേശ്, UPയിലെ മൊറാദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് പ്രാദേശിക വികസനത്തിനായിട്ട്
ഗ്രാമീണ വികസനത്തിനായിട്ട് ഒരു ബാങ്ക് സ്ഥാപിക്കപ്പെടുന്നു. അതിൻ്റെ പേരാണ് റീജിയണൽ റൂറൽ ബാങ്ക്, RRB എന്ന് പറയും. അത് നിലവിൽ വന്ന എൻ്റെ പേരെന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ RRBയുടെ പേര് പ്രഥമ ഗ്രാമീൺ ബാങ്ക് എന്നാണ്. അത് എവിടെയാണ്? ഉത്തർപ്രദേശ് മൊറാദാബാദിലാണ് ആദ്യമായിട്ട് വരുന്നത്. കേരളത്തിൽ ഒരു ഗ്രാമീൺ ബാങ്ക് ഉണ്ട്. ഏതാണ്ട് കേരള ഗ്രാമീൺ ബാങ്ക് അല്ലേ? മലപ്പുറമാണ് അതിൻ്റെ ആസ്ഥാനം. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുണ്ട്? അവർക്ക് ബ്രാഞ്ചുകളുണ്ട് അല്ലേ? അവരെ സ്പോൺസർ ചെയ്യുന്നത് നമുക്കറിയാം കാനറ ബാങ്കാണ്. ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. കാനറ ബാങ്കാണ്. അതൊക്കെ നമ്മൾ പിന്നീട് മറ്റൊരവസരത്തിൽ പഠിക്കും. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ്? പ്രഥമ ഗ്രാമീൺ ബാങ്ക്. എവിടെയാണ് സ്ഥാപിതമായത്? ഉത്തർപ്രദേശിലെ UPയിലെ മൊറാദാബാദിലാണ്. മറക്കരുത്, മൊറാദാബാദിലാണ്. ഇനി the committee related to the formation of regional rural bank. ഈ റീജിയണൽ റൂറൽ ബാങ്കിനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. the committee related to the formation of RRB. ഈ RRBകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. ഒരു കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഗവൺമെന്റ് 1975 RRBs ഫോം ചെയ്യുന്നത്. RRB വരുന്നത് എന്നാണ്? 75 മറക്കരുത്. അപ്പോൾ ആ കമ്മിറ്റി, ഇതിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയുടെ പേര് മറക്കരുത്, നരസിംഹം കമ്മിറ്റി. നരസിംഹം കമ്മിറ്റി 1975. 1975 നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ നരസിംഹം കമ്മിറ്റിയിൽ എന്തിനെക്കുറിച്ച്? ഗ്രാമീണ വികസനത്തിന് RRBകൾ ഫോം ചെയ്യണം, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഫോം ചെയ്യണമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കോട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു. അതനുസരിച്ചിട്ടാണ് യൂണിയൻ ഗവൺമെന്റ് RRBസിന് ഫോം ചെയ്യുന്നത്. അതിന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഒരിക്കലും മറക്കരുത്, നരസിംഹം കമ്മിറ്റി. നരസിംഹം കമ്മിറ്റി എന്നാണ് 1975 റിപ്പോർട്ട് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ 75 തന്നെ RRB വരികയാണ്. ഇനി മറ്റൊന്നോക്ക്, ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് വാസ് അമെൻഡഡ്. ഇനി മറ്റൊരു പോയിന്റ് ആണ് ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട്. ഈ കാലഘട്ടത്തിൽ 75 എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് എന്ത് അമെൻഡ് ചെയ്തിട്ടുണ്ട്? ഭേദഗതി വരുത്തിയിട്ടുണ്ട്. നേരത്തെയുള്ള ഒരു ആക്ട് ആണ്. എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് എന്ത് ചെയ്തു? ഭേദഗതി വരുത്തുക. ജസ്റ്റ് ഓർക്കുക, പല കാലങ്ങളിൽ അത് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 75 വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് വാസ് അമെൻഡഡ്. അത് ഭേദഗതി വരുത്തി. ഇനി നോക്ക്, നേരത്തെ പറഞ്ഞു 75 ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം, ഇന്ത്യയുടെ ദേശീയ ഹൈവേ സംവിധാനം നിലവിൽ വന്നു. ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം നിലവിൽ വന്നു 75. 5th 5 year പ്ലാൻ പീരീഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് എന്ത്? ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം നിലവിൽ വന്നു. ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം നിലവിൽ വന്നു. ഇനി നോക്കുക, അപ്പോൾ നമ്മൾ 74, 75, അടുത്ത 76 പോവുകയാണ്. 76 പോകുന്നു. നോക്കാം. ദ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട്. നോക്കുക, മാറിപ്പോരുതേ. 75 നമ്മൾ പറഞ്ഞ എന്താണ്? റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്ന 75. ഇവിടെ നോക്കുക, സ്റ്റേറ്റ്മെന്റ് നോക്ക്. ദ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട്. തിരിഞ്ഞു പോകരുത്. പ്രാദേശിക ഗ്രാമീണ വികസന ബാങ്ക് നിയമം, അതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് കെയിം ടു ഫോഴ്സ് എന്നാണ് 1706 1976. അപ്പോൾ ഒരു സംശയം വരും, സാധാരണ ആക്ട് വന്നിട്ടല്ലേ സ്ഥാപനം വരുന്നത്? പക്ഷേ ഇതിവിടെ അങ്ങനെയല്ല. ഒരു ഓർഡിനൻസ്, നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വരികയും അതിൻ്റെ പ്രാധാന്യം ഗവൺമെന്റ് തിരിച്ചറിയുകയും അങ്ങനെ ഗവൺമെന്റ് ഓർഡിനൻസിലൂടെയാണ്, പ്രസിഡന്റ് ഇറക്കിയ ഒരു ഓർഡിനൻസ് എന്നൊക്കെ കേട്ട് കാണുമല്ലോ, പൊളിറ്റിക്സിലൊക്കെ പഠിക്കും. അപ്പോൾ ആ ഓർഡിനൻസിലൂടെയാണ് ഗവൺമെന്റ് 75 എന്ത് കൊണ്ടുവരുന്നത്? RRB ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് RRBs വരുന്നത്. എന്നാൽ ഇത് പിന്നീട് പാർലമെന്റിൽ അവതരിപ്പിച്ച്, കാരണം എല്ലാ കാലത്തും പാർലമെന്റ് കൂടില്ലല്ലോ, പിന്നെ പാർലമെന്റ് കൂടിയപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് നിയമമാക്കിയതെന്നാണ് 76. ആ ഓർഡിനൻസ് പിന്നീട് എന്തായി മാറി? നിയമമായിട്ട് മാറി. ബില്ല് അവതരിപ്പിച്ച നിയമമായിട്ട് മാറി. അതെന്നാണ് 76. അപ്പോൾ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഏത് എഴുതൂ? 75 ആക്റ്റും 76 RRB വന്നതേ നമ്മൾ എഴുതത്തുള്ളൂ. അങ്ങനെയല്ല. ഈ ഒരു കാര്യത്തിൽ എന്താണ്? 75 RRB നിലവിൽ വരികയും 76 നിയമം പാസ്സാക്കിയതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് പോക്കാണ്. അപ്പോൾ 76 റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് നിലവിൽ വന്നു. ക്ലിയർ അല്ലേടേ? ഓക്കെ. ഇനി 76 നമ്മൾ എടുത്ത് പറയേണ്ട വേറെ കാര്യമൊന്നുമില്ല. 76 ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ 77 പോകുന്നു. എന്താ? മാർച്ച് 21, 77 സ്റ്റേറ്റ് എമർജൻസി വാസ് വിത്ഡ്രോൺ. 75 വന്നതാണ് അല്ലേ? 75 വന്ന എമർജൻസി നമ്മൾ പറഞ്ഞില്ലേ? 75 എമർജൻസി വന്നു എന്ന് പറഞ്ഞു അല്ലേ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അതിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞു നമ്മൾ. 75 ജൂൺ 25 സ്റ്റേറ്റ് എമർജൻസി എന്നാണ്. ജൂൺ 25 എന്ത് വരുന്നത്? സ്റ്റേറ്റ് എമർജൻസി വന്ന. ജൂൺ 25 മറക്കരുത്. 75 നാഷണൽ എമർജൻസി എന്നാണ് പ്രഖ്യാപിച്ചത്. ജൂൺ 25 ജൂൺ 25 ആർട്ടിക്കിൾ 382 പ്രകാരം
എന്നാൽ അത് 77 ആയപ്പോഴേക്കും 1977 എന്നാണ് മാർച്ച് 21 ആയപ്പോഴേക്കും അതെന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. മാർച്ച് 21 എന്ത് ചെയ്തേ? അത് വിഡ്രോ ചെയ്തു. നോക്ക്, 1977 മാർച്ച് 21 ആയപ്പോഴേക്കും ദ സ്റ്റേറ്റ് എമർജൻസി വാസ് വിഡ്രോൺ അല്ലേ? ഏകദേശം 2 വർഷമായല്ലേ? 2 വർഷക്കാലം അങ്ങനെ അത് വിഡ്രോ ചെയ്തു. ഇനി അത് വിഡ്രോ ചെയ്ത ഉത്തരവിൽ ഒപ്പിട്ടതാരാണ്? ഇറ്റ് വാസ് സൈൻഡ് ബൈ ദ ദെൻ ആക്ടിംഗ് പ്രസിഡന്റ് BD ജെട്ടി. അപ്പൊ ഇതിന്റെ എന്താണ് ഇതിന്റെ പിന്നെ ഒപ്പുവെച്ചത്? ഇതിന്റെ വിഡ്രോവൽ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത് അല്ലെങ്കിൽ വിഡ്രോവൽ നിയമത്തിൽ ഒപ്പുവെച്ചത് സ്റ്റേറ്റ് എമർജൻസിന്റെ വിഡ്രോവൽ എന്നാണ് മാർച്ച് 21 ആ വിഡ്രോവൽ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത് ആരാണ്? ഇറ്റ് വാസ് സൈൻഡ് ബൈ ദെൻ ആക്ടിംഗ് പ്രസിഡന്റ്. ആ സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. അതാരാണ്? BD ജെട്ടി ആണ് അതിൽ ഒപ്പുവെച്ചത്. മറക്കരുത്, മാർച്ച് 21 മാർച്ച് 21 അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് അതിൽ ഒപ്പുവെച്ചത്. അത് നിലവിൽ വന്ന സമയത്ത്, അത് പ്രഖ്യാപിച്ച സമയത്ത് അതിന്റെ പ്രൊക്ലമേഷനിൽ, അതിന്റെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദും. എന്നാൽ അത് പിൻവലിച്ചപ്പോൾ ആ സമയത്തെ പ്രസിഡന്റ് ആരാണ്? BD ജെട്ടി ആയിരുന്നു. അത് പിന്നെന്ത് ചെയ്ത്? വിഡ്രോവൽ എഗ്രിമെന്റിൽ അല്ലെങ്കിൽ വിഡ്രോവൽ നിയമത്തിൽ ഒപ്പുവെച്ചത് ആരാണ്? BD ജെട്ടിയുമാണ്. ഓക്കെ ആണല്ലോ. ഇനി 77 മറ്റൊരു പ്രത്യേകത, മാർച്ച് 24 മാർച്ച് 21 കഴിഞ്ഞു. അടുത്ത മാർച്ച് 24 വന്നപ്പോൾ ഫസ്റ്റ് നോൺ കോൺഗ്രസ് ക്യാബിനറ്റ് ഇൻ ഇന്ത്യ കെയിം ടു പവർ, അല്ലെങ്കിൽ ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് കെയിം ടു പവർ, അധികാരത്തിൽ വരികയാണ്. അതായത് അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ അവസാന നാളുകൾ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, നാഷണൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ഷനിൽ ആര് പരാജയപ്പെടുകയാണ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അല്ലേ? അതുവരെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആയിരുന്നല്ലോ. അപ്പോൾ ആ കോൺഗ്രസ് ലെഡ് ഗവൺമെന്റ് എന്ത് ചെയ്തു? പരാജയപ്പെടുകയാണ്. കാരണം ഈ അടിയന്തരാവസ്ഥയും ആ സമയത്തുണ്ടായ ഒരുപാട് ദുരിതങ്ങൾ നിങ്ങൾ കേട്ട് കാണും, ചിലപ്പോൾ വായിച്ചു കാണും പുസ്തകങ്ങളൊക്കെ. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് യാതനകൾ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം എന്നോണം കോൺഗ്രസ് ഗവൺമെന്റ് പരാജയപ്പെടുന്നു. അങ്ങനെ മാർച്ച് 24 ഇതാ പുതിയൊരു ഗവൺമെന്റ് വരികയാണ്. ആദ്യത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഫസ്റ്റ് നോൺ കോൺഗ്രസ് ക്യാബിനറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ്, കോൺഗ്രസ് ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അത് 77 മാർച്ച് 24 77 മാർച്ച് 24 ദ പ്രൈം മിനിസ്റ്റർ ഇന്ത്യസ് ഫസ്റ്റ് നോൺ കോൺഗ്രസ് ക്യാബിനറ്റ്. ആ നോൺ കോൺഗ്രസ് ക്യാബിനറ്റിൽ അല്ലെങ്കിൽ നോൺ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ആദ്യ പ്രധാനമന്ത്രി മറ്റാരുമല്ലാതെ മൊറാർജി ദേശായി ആണ്. ജനതാ പാർട്ടി, അവരുടെ പാർട്ടി ഏതാണ്? ജനതാ പാർട്ടി ലീഡറായിട്ടുള്ള മൊറാർജി ദേശായി. അവർ പുതിയ പാർട്ടി ഫോം ചെയ്തു. അതുവരെ ഇദ്ദേഹം കോൺഗ്രസിൽ തന്നെയായിരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ ഫിനാൻസ് മിനിസ്റ്ററൊക്കെ ആയിരുന്നു ഇദ്ദേഹം, മൊറാർജി ദേശായി. എന്നാൽ ഇലക്ഷനോടുകൂടി അവരെന്ത് ഒരു കോയിലീഷ്യൻ ഗവൺമെന്റ് ആണ് നിലവിൽ വരുന്നത്. കോയിലീഷ്യൻ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, കൂട്ടുകക്ഷി ഗവൺമെന്റ് ആണ് വരുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ കൂട്ടുകക്ഷി ഗവൺമെന്റ് കൂടിയാണിത്. അങ്ങനെ കൂട്ടുകക്ഷി ഗവൺമെന്റ് ലീഡറായിട്ട് മൊറാർജി ദേശായി തിരഞ്ഞെടുക്കുകയും അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വരികയുമാണ്. അപ്പോൾ ആ നോൺ കോൺഗ്രസ് ഗവൺമെന്റ് അതിന്റെ ക്യാബിനറ്റിനെ നയിച്ചിരുന്ന ആരാണ്? മൊറാർജി ദേശായി. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്? ജനതാ പാർട്ടിയാണ്. ജനതാ പാർട്ടിയാണ്. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ FWP 77 എന്താണ്? ആ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം കെയിം ടു എക്സിസ്റ്റൻസ്. അപ്പോൾ FWP നിലവിൽ വന്ന എന്നാണ്? 1977 1977 വന്ന ഒരു പ്രോഗ്രാമാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. FWP നിലവിൽ വന്നു. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞു, ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി. ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതിയാണ് ഫുഡ് എന്ന് വെച്ചാൽ വേതനമല്ല കൊടുക്കുന്ന, വേജസ് അല്ല കൊടുക്കുന്ന, പകരം അവർക്ക് ഫുഡ് ഗ്രെയിൻസ്, ജോലി ചെയ്താൽ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നു. കാരണം അത്രത്തോളം പട്ടിണിയായിരുന്നു ആളുകൾക്ക്. അതാണ്. ഇനി ഈ FWP ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? മൊറാർജി ദേശായി ആണ്. ആരാണ്ടേ? മൊറാർജി ദേശായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത് അല്ലേ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണിത് നടപ്പിലാക്കുക. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നടപ്പിലാക്കിയത് ഓർക്കുക, ആരല്ല? ഇന്ദിരാഗാന്ധി അല്ല. ആരാണ്? മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി ആണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നടപ്പിലാക്കിയത്. ഇനി നമ്മൾ അടുത്ത വർഷത്തേക്ക് 78 എൻട്രി ചെയ്യുകയാണ്. 1978 നോക്കാം. ഇൻ ജാനുവരി അല്ലേ? ജനുവരിയിൽ കറൻസി നോട്ട്സ് ഓഫ് ₹1000, ₹5000, ₹10,000 വേർ ഡിമോണിറ്റൈസ്ഡ്. അപ്പോൾ 1978 അല്ലേ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് 1978 ജനുവരിയിൽ കറൻസി നോട്ട്സ്, അന്ന് നോക്ക് ഇന്നത്തെ പോലെയല്ല. ഇന്നത്തെ ഏറ്റവും വലിയ കറൻസി നോട്ട് ഏതാണ്? 500 രൂപയാണ് അല്ലേ? 500 2000 ഇപ്പോൾ ഇല്ലല്ലോ, 500. പക്ഷെ അന്ന് നോക്ക്, അന്ന് 1000 രൂപയുടെ നോട്ടുണ്ട്, 5000 രൂപയുടെ നോട്ടുണ്ട്, 10000 രൂപയുടെ നോട്ടും ഉണ്ട്. അതെന്ത് ചെയ്തു? ഡിമോണിറ്റൈസ് ചെയ്തു. അതെല്ലാം പിൻവലിച്ചു. അതെന്ത് ചെയ്തു? ഡിമോണിറ്റൈസ് ചെയ്തു. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ആ കറൻസികൾ നിർത്തലാക്കി. നമ്മൾ അടുത്ത സമയത്ത് 2016
അല്ലേ? നവംബർ 8 അല്ലേ 2016 നവംബർ 8 നമ്മൾ എന്ത് ചെയ്തതുപോലെ 500-ന്റെയും 1000-ന്റെയും നോട്ട് ഡിമോണിറ്റൈസ് ചെയ്തില്ലേ? അതുപോലെ 1978 ജനുവരിയിൽ 1000 രൂപയുടെയും 5000 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ നമ്മൾ നിർത്തലാക്കി. അതിനെയാണ് ഡിമോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഡിമോണിറ്റൈസ് ചെയ്തു, നിർത്തലാക്കിയ കറൻസി നോട്ടുകൾ നിർത്തലാക്കി. അതെന്താണ്? ഈ പദ്ധതി കാലഘട്ടത്തിൽ 78-ലാണ്. ആരാണ് നിർത്തലാക്കിയത്? മൊറാർജി ദേശായി. ഈ നോട്ടുകൾ പിൻവലിച്ച പ്രധാനമന്ത്രി ആരാണ്? പിന്നെ മൊറാർജി. നമ്മളിപ്പോൾ പറയത്തില്ലേ 1500 നോട്ടുകൾ ഇപ്പോൾ പിൻവലിച്ചത് ആര്? നരേന്ദ്രമോദി എന്ന് പറയുന്നത് പോലെ 78-ൽ 1000 രൂപയുടെയും 5000 രൂപയുടെയും 10000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ചത് ആരാണ്? മൊറാർജി ദേശായി ആണ്. നോക്ക്, ആ സമയത്ത് RBI ഗവർണർ ഈ ഡിമോണിറ്റൈസേഷൻ സമയത്ത് 1978-ലെ ഡിമോണിറ്റൈസേഷൻ സമയത്ത് RBI ഗവർണർ ആരായിരുന്നു? IG പട്ടേൽ. മറക്കരുത്, ആ പേര് കൂടി മറക്കരുത്. അപ്പോൾ 1978-ലെ ഡിമോണിറ്റൈസേഷൻ സമയത്ത് കറൻസി നോട്ടുകൾ നിർത്തലാക്കിയ സമയത്ത് ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? മൊറാർജി ദേശായി ആയിരുന്നു. ആരായിരുന്നു RBI ഗവർണർ? IG പട്ടേൽ. ആരായിരുന്നേ? IG പട്ടേൽ ആയിരുന്നു RBI ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ. ഇനി ഡിമോണിറ്റൈസേഷൻ ഹാസ് ഒക്കേർഡ് 3 times in India so far. ഇതുവരെ എത്ര തവണയാണ് ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത്? കറൻസി നോട്ടുകൾ പിൻവലിച്ച് നോട്ട് നിരോധനം, അല്ലേ? നോട്ട് നിരോധനം എത്ര തവണ ഉണ്ടായിരുന്നു? 3 തവണയാണ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കിയത്. ഒന്ന്, ഫസ്റ്റ് ഡിമോണിറ്റൈസേഷൻ ഇന്ത്യ 1946. ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഇൻഡിപെൻഡൻസിന് മുമ്പാണ്, 46-ലാണ്. ഫസ്റ്റ് ഡിമോണിറ്റൈസേഷൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഡിമോണിറ്റൈസേഷൻ ആണ്. ഏത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 78-ല്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഡിമോണിറ്റൈസേഷൻ 78-ലാണ്. അപ്പൊ അത് രണ്ടാമത്തെയാണ്, ഇന്ത്യയിലെ രണ്ടാമത്തെയാണ്. പക്ഷെ അത് ആദ്യത്തേത് സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ അല്ലെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിമോണിറ്റൈസേഷൻ നോട്ട് നിരോധനം എന്നു ചോദിച്ചാൽ 78-ലാണ്. അന്ന് നടപ്പിലാക്കിയത് ആരാണ്? മൊറാർജി ദേശായി ആണ്. അന്നത്തെ RBI ഗവർണർ ആരാണ്? IG പട്ടേലാണ്. ലാസ്റ്റ് ഡിമോണിറ്റൈസേഷൻ ഇന്ത്യ ഇൻ 2016, 2016-ലാണ്, അല്ലേ? നവംബർ 8, 2016 നവംബർ 8-നാണ്. മറക്കരുത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, വർഷം ചോദിച്ചിട്ടുണ്ട്. 2016 നവംബർ 8-നാണ് ലാസ്റ്റ് ഡിമോണിറ്റൈസേഷൻ. നരേന്ദ്രമോദി ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് ഡിമോണിറ്റൈസേഷൻ ഓഫ് 500 rupees, 500 and rupees 1000 ബാങ്ക് നോട്ട്സ്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നമ്മൾ എന്ത് ചെയ്തു? 2016 നവംബർ 8 ഇന്ത്യ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് എന്ത് ചെയ്തു? പിൻവലിച്ച് നിരോധിച്ചു. അത് 2000 ലാസ്റ്റ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്നാൽ അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, എന്നാൽ ഇപ്പൊ 2000 നോട്ട് പിൻവലിച്ചില്ലേ, അതെന്താണ്? ഓൺ 19th May 2023. അതെന്താണ്? ഡിമോണിറ്റൈസേഷൻ എന്ന് അറിയപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ ലാസ്റ്റ് ഡിമോണിറ്റൈസേഷൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? 2016 നവംബർ 8 എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ 2000-ന്റേത് പിൻവലിച്ചതേ ഉള്ളൂ. അതിന് നമ്മളൊരു നോട്ട് നിരോധനം എന്ന് പറയാൻ പറ്റില്ല. അവർ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഇത് കൊണ്ടുവന്ന സമയത്തെ അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കൽ കുറച്ച് കാലത്തേക്ക് മാത്രമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? 2023 മെയ് 19-ന് RBI അനൗൺസ്ഡ് വിഡ്രോവൽ ഓഫ് ₹2000 നോട്ട്സ് ഫ്രം സർക്കുലേഷനിൽ നിന്ന് അതിനെന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. അതുകൊണ്ട് എന്താ അതൊരു ഡിമോണിറ്റൈസേഷൻ എന്ന ഒരു വിശേഷണം കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതെന്ത് ചെയ്തു? 2000 നോട്ട് അവരെന്ത് ചെയ്തു? പിൻവലിച്ചു. മാത്രമല്ല എന്ത് ചെയ്തു? ആളുകൾക്ക് ആവശ്യം പോലെ ഒരു സമയം കൂടി കൊടുത്തു. മറ്റതെന്താണ്? ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആരും അറിഞ്ഞില്ല, അല്ലേ? നമ്മൾ ആ സമയത്ത് രാത്രി വന്നിട്ടാണ് എന്ത് ചെയ്ത്? നവംബർ 7 രാത്രിയല്ലേ? നവംബർ 7 രാത്രി പ്രധാനമന്ത്രി വന്നിട്ട് എന്ത് പ്രഖ്യാപിക്കുന്നത്? ഡിമോണിറ്റൈസേഷൻ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. നമ്മൾ അപ്രതീക്ഷിതമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഗവൺമെന്റ് എന്ത് ചെയ്തു? ആവശ്യം പോലെ സമയം കൊടുത്തു. നമുക്ക് നോട്ട് മാറിയെടുക്കാനൊക്കെ ആവശ്യം പോലെ സമയം കൊടുത്തിട്ടാണ് വിഡ്രോ ചെയ്തത്. അതുകൊണ്ട് എന്താണ് ഒരു ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം എന്ന് ഈ 2023 മെയ് 19-ലെ 2000 നോട്ടിന്റെ വിഡ്രോവൽ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അത് ക്ലിയർ ആയല്ലോ? അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് വിഡ്രോവൽ ഓഫ് 2000 നോട്ട്സ് ഫ്രം സർക്കുലേഷനിൽ നിന്ന് 2000 നോട്ട് പിൻവലിച്ചു. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ഡേറ്റും വർഷവും ചോദിക്കാൻ സാധ്യതയുണ്ട്. 2023 മെയ് 19, 2023 മെയ് 19-നാണ് പിൻവലിച്ചത്. ക്ലിയർ അല്ലേ? ഇനി മാർച്ച് 31 ഫിഫ്ത്ത് 5-year പ്ലാൻ വാസ് വിഡ്രോൺ. ദാ നോക്ക്, 1978 മാർച്ച് 31-ന് 78 മാർച്ച് 31-ന് എന്ത് ചെയ്തു? ഫിഫ്ത്ത് 5-year പ്ലാൻ വാസ് വിഡ്രോൺ. ഫിഫ്ത്ത് 5-year പ്ലാന്റെ പീരീഡ് ഓർമ്മയുണ്ടോ? 74 മുതൽ 79 വരെയാണ് പീരീഡ്. പക്ഷേ അത് പൂർത്തീകരിച്ചോ? ഇല്ല. അങ്ങനെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 78 മാർച്ച് 31 ആയപ്പോൾ ആ സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ ഫിഫ്ത്ത് 5-year പ്ലാൻ വാസ് വിഡ്രോൺ. അത് പിൻവലിച്ചു. എന്നുവെച്ചാൽ അതിനെന്ത് ചെയ്തു? ടെർമിനേറ്റ് ചെയ്തു. ഫിഫ്ത്ത് 5-year പ്ലാനെ ടെർമിനേറ്റ് ചെയ്തു. ആരാണ് ടെർമിനേറ്റ് ചെയ്തത്?
ദ പ്രൈം മിനിസ്റ്റർ ഹൂ വിഡ്രൂ ഇറ്റ്, അല്ലെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്ത പ്രൈം മിനിസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു മൊറാർജി ദേശായി. പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന 5th 5-year പ്ലാൻ അവർ ടെർമിനേറ്റ് ചെയ്തു. The 5-year plan that did not complete its full duration was the 5th 5-year plan. അപ്പോൾ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. The 5-year plan that did not complete its full duration was the 5th 5-year plan. അതായത് അതിന്റെ കാലാവധി പൂർത്തിയാക്കാത്ത ഒരു പദ്ധതി, അതിന്റെ പൂർണ്ണമായ കാലാവധി പൂർത്തിയാക്കാത്ത ആദ്യ പദ്ധതി എന്ന് പറയുന്ന ഏതാണ്? 5th 5-year plan. The 5-year plan that did not complete its full duration was the 5th 5-year plan. അതായത് ഒരു പദ്ധതി അതിന്റെ കാലാവധി പൂർത്തിയാക്കാത്ത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ എന്താണ്, ഏത് പദ്ധതിയാണ്? 5th 5-year plan. മറക്കരുത്, കാലാവധി പൂർത്തിയാക്കാത്ത പദ്ധതി ഏതാണ്? 5th 5-year plan. കാരണം 74 മുതൽ 79 വരെയുള്ള പീരീഡിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 78 വെച്ച് മൊറാർജി ദേശായി അതിനെ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഒരു കാലാവധി പൂർത്തിയാക്കാത്ത പദ്ധതി എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇതിന്റെ പ്ലാൻ ഡ്യൂറേഷൻ നോക്ക്, 74 തൊട്ട് 79 വരെയാണ് ഈ 5th 5-year പ്ലാന്റെ ഡ്യൂറേഷൻ ആകേണ്ടിയിരുന്നത്. ആക്ച്വൽ ഡ്യൂറേഷൻ എത്രയാണ്? 74, 78. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ നേരത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ 5th 5-year പ്ലാന്റെ ആക്ച്വൽ ഡ്യൂറേഷൻ കണ്ടോ? 74, 78. നമ്മൾ വിചാരിക്കും നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല, നമുക്കറിയാം 5 വർഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. പക്ഷേ ആക്ച്വൽ ഡ്യൂറേഷൻ എത്രയാണ്? 74, 78. യഥാർത്ഥ ഡ്യൂറേഷൻ എത്രയേ ഉള്ളൂ? 74, 78. 4 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് പിന്നെ പൂർത്തീകരിച്ചില്ല. യഥാർത്ഥ പ്ലാൻ ഡ്യൂറേഷൻ കൊണ്ടുവന്നത് 74, 79ലേക്കാണ്. പക്ഷേ ആക്ച്വൽ ഡ്യൂറേഷൻ 74, 78 ഉള്ളത്. മനസ്സിലായല്ലോ എന്താണ് കാരണം ഒന്ന് പിടിയിട്ട് കാണുമല്ലോ. ഇനി നോക്ക്, ദ ഓപ്പറേഷണൽ പീരീഡ് ഓഫ് ദ 5th 5-year പ്ലാൻ 74, 78. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരുന്നത്. ദ ഓപ്പറേഷണൽ പീരീഡ് ഓഫ് ദ 5th 5-year പ്ലാൻ, 5ാം പദ്ധതിയുടെ പ്രവർത്തന കാലയളവ് എത്ര കാലം പ്രവർത്തിച്ചെന്ന് ചോദിച്ചാൽ എത്ര? 74, 78. പക്ഷെ അത് കൊണ്ടുവന്നത് പ്രപ്പോസ് ചെയ്തിരുന്നത് 74, 79ലേക്കാണ്. പക്ഷേ 74, 78 ഒരു ഓപ്പറേഷണൽ പീരീഡ്, പ്രവർത്തന കാലയളവെന്ന് പറയുന്നത്. ഇനി ദ പ്ലാൻ ഇംപ്ലിമെന്റഡ് ബൈ മൊറാർജി ദേശായി ഇൻ 1978 ആഫ്റ്റർ ഡിസ്കണ്ടിന്യൂയിങ് ദ 5th 5-year പ്ലാൻ. അപ്പോൾ ഈ 5th 5-year പ്ലാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ടെർമിനേറ്റ് ചെയ്തിട്ട് മൊറാർജി ദേശായി ഗവൺമെന്റ് വെറുതെ ഇരുന്നില്ല. അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ വികസനം തന്നെയായിരുന്നു. അവരെന്ത് ചെയ്തു? അത് ടെർമിനേറ്റ് ചെയ്തിട്ട് അനദർ പ്ലാൻ വാസ് ഇംപ്ലിമെന്റഡ് ഇൻ 1978 അല്ലേ? അത് 5th 5-year പ്ലാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അതിനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് 1978 മൊറാർജി ദേശായി ഗവൺമെന്റ് ഒരു അനദർ പ്ലാൻ വാസ് ഡിക്ലെയർഡ്, മറ്റൊരു പദ്ധതി ഡിക്ലെയർ ചെയ്തു. ഇറ്റ് വാസ് കാൾഡ് റോളിംഗ് പ്ലാൻ. അതിനെന്തെന്ന് വിളിച്ചു? റോളിംഗ് പ്ലാൻ എന്ന് വിളിച്ചു. റോളിംഗ് പ്ലാൻ നമ്മൾ ആദ്യമേ പറഞ്ഞ ഓർമ്മയുണ്ടോ? റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി കൊണ്ടുവന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു പുതിയ 6ാം പദ്ധതി എന്ന പേരിലാണ് അവർ കൊണ്ടുവരുന്നത്. 5ാം പദ്ധതി ടെർമിനേറ്റ് ചെയ്ത് 6ാം പദ്ധതി എന്ന പേരിലാണ് ഇത് കൊണ്ടുവരുന്നത്. 6th 5-year പ്ലാൻ തന്നെയാണ്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത്. 6ാം പദ്ധതി എന്ന പേരിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് റോളിംഗ് പ്ലാൻ നടപ്പാക്കിയത്. എന്താണ് നടപ്പിലാക്കിയത്? പിന്നെ 1978 നടപ്പിലാക്കിയത്. നോക്ക് എന്താണ് റോളിംഗ് പ്ലാനെ കുറിച്ച്. ദ ന്യൂ പ്ലാൻ implemented by the Morarji Desai government in 1978 after discontinuing 5th 5-year plan. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? 5th 5-year പ്ലാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് 78 മൊറാർജി ദേശായി ആണ് റോളിംഗ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത്. ദ ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ കോൺസെപ്റ്റ്. റോളിംഗ് പ്ലാൻ കോൺസെപ്റ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗുന്നാർ മിർഡാൾ. ഗുന്നാർ മിർഡാൾ ആണ് റോളിംഗ് പ്ലാൻ കോൺസെപ്റ്റിന്റെ. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ മൊറാർജി ദേശായി അഡോപ്റ്റ് ചെയ്തു. അത് ആരുടെ കോൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ? സ്വീഡിഷ് ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള ഗുന്നാർ മിർഡാൾ. പേര് മറക്കരുത്, സ്വീഡിഷ് ഇക്കോണമിസ്റ്റ്, സ്വീഡിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗുന്നാർ മിർഡാളിന്റെ കോൺസെപ്റ്റാണ് ഏത്? റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു. ഇന്ത്യ അഡോപ്റ്റ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ആരുടെ കോൺസെപ്റ്റാണ്? ഗുന്നാർ മിർഡാൾ, ഒരു സ്വീഡിഷ് ഇക്കോണമിസ്റ്റ് ആണ്. He received a Nobel Prize in Economics in 1974. ഓർക്കുക, ഗുന്നാർ മിർഡാൾ നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന് എക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്നാണ്? 74. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1974 എക്കണോമിക്സിന് അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടി. അതോട് ഓർത്തിരിക്കുക, 74 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഇനി ഗുന്നാർ മിർഡാൾസ് ബുക്ക് അബൌട്ട് റോളിംഗ് പ്ലാൻ. ഈ റോളിംഗ് പ്ലാനിനെ കുറിച്ച് അദ്ദേഹം ആ ഒരു ബുക്കിലാണ് എഴുതിയിരുന്നത്. ആ ബുക്കിലൂടെയാണ് നമുക്ക് ആശയം കിട്ടിയത്. ആ ബുക്കിന്റെ പേര് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഡ്രാമ. ഏതാണ്? ഏഷ്യൻ ഡ്രാമ. കാരണം എന്താണ്? ഇദ്ദേഹം സ്വീഡിഷ് ഇക്കോണമിസ്റ്റ് ആണെങ്കിൽ കൂടിയും ഏഷ്യയിലെ വികസനങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളുടെ വികസന മുരടിപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്.
അങ്ങനെ പഠിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അവർക്കായിട്ടൊരു പദ്ധതി സജസ്റ്റ് ചെയ്തു, റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന പദ്ധതി സജസ്റ്റ് ചെയ്തു. ആ ബുക്കിന്റെ പേര് ഇതാണ് ഏഷ്യൻ ഡ്രാമ. അപ്പോൾ ദ ബുക്ക് ഏഷ്യൻ ഡ്രാമ വാസ് റിട്ടൺ ബൈ ഗുന്നാർ മിർഡാൾ. ആരാണ്ട് എഴുതിയത്? ഗുന്നാർ മിർഡാൾ, സ്വീഡിഷ് ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഇക്കണോമിക്സ് നോബൽ പ്രൈസ് കിട്ടിയെന്നാണ്, മറക്കരുത്, 1974. ഇനി ദ കൺട്രി ഓഫ് ഒറിജിൻ ഫോർ ദ റോളിംഗ് പ്ലാൻ കോൺസെപ്റ്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ കൺട്രി ഓഫ് ഒറിജിൻ ഫോർ ദി റോളിംഗ് പ്ലാൻ കോൺസെപ്റ്റ്. ഈ റോളിംഗ് പ്ലാൻ കോൺസെപ്റ്റ് ഏത് രാജ്യത്താണ് ഈ ആശയം ഉടലെടുത്തത്? ആദ്യമായി നടപ്പിലാക്കിയല്ല കേട്ടോ, റോളിംഗ് പ്ലാൻ ആദ്യമായി നടപ്പിലാക്കിയെന്ന അർത്ഥമല്ല. ഈ റോളിംഗ് പ്ലാൻ എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്ത രാജ്യം ഏതാണ്? സ്വീഡൻ. കാരണം എന്താ? ഇദ്ദേഹം എവിടെയാണ്? ഇദ്ദേഹത്തിന്റെ നേറ്റീവ് പ്ലേസ് ഏതാണ്? സ്വീഡനാണ്. നമ്മുടെ ഗുന്നാർ മിർഡാളിന്റെ നേറ്റീവ് പ്ലേസ് സ്വീഡനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ ആശയം ഉണ്ടായത് എവിടെയാണെന്ന് പറയാൻ പറ്റും, സ്വീഡനിലാണ്. അപ്പൊ രാജ്യം ചോദിച്ചാൽ പറയുക സ്വീഡൻ. കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഗുന്നാർ മിർഡാൾ. അപ്പൊ ഈ ആശയം, റോളിംഗ് പ്ലാൻ എന്ന ആശയം ഉടലെടുത്തത് എവിടെയാണ്? സ്വീഡനിലാണ്. ഇനി ദ ഫാദർ ഓഫ് ദ റോളിംഗ് പ്ലാൻ ഇന്ത്യ. ഇന്ത്യയിലെ റോളിംഗ് പ്ലാനിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി. ഇന്ത്യയില് റോളിംഗ് പ്ലാനിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മൊറാർജി ദേശായി. അപ്പോൾ അദ്ദേഹമാണല്ലോ നടപ്പിലാക്കിയത്. അപ്പോൾ ദ ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ ഇന്ത്യ മൊറാർജി ദേശായി ആണ്. നോക്കുക, ആ റോളിംഗ് പ്ലാന്റെ കാലയളവ് നോക്കി. അവർ 78 മുതൽ 83 വരെയുള്ള 5 വർഷത്തേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ അവിടെയും ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടായി. ആ പ്ലാൻ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 2 വർഷക്കാലമേ റോളിംഗ് പ്ലാൻ മുന്നോട്ട് പോയുള്ളൂ. ഓർക്കുക, ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. റോളിംഗ് പ്ലാന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 78 വന്നത്. അപ്പോൾ ആ സാമ്പത്തിക വർഷം 78-79 സാമ്പത്തിക വർഷം നടപ്പിലാക്കി. അടുത്തത് 79-80 നടപ്പിലാക്കി. എന്ന് വെച്ചാൽ 1978 മുതൽ 1980 വരെയാണ്, 2 വർഷക്കാലമാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. ഓരോ വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കുക. പക്ഷേ 83 വരെ നടത്താൻ ഉദ്ദേശിച്ചു. 5 വർഷക്കാലയളവ്. 5 ഇയർ പ്ലാൻ എന്ന പേര് കൊടുത്തില്ല. പക്ഷെ റോളിംഗ് പ്ലാൻ എന്ന കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നത്. പക്ഷേ അതിന്റെ കാലാവധി 5 വർഷമായിരുന്നു. പക്ഷേ റോളിംഗ് പ്ലാൻ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത് 2 വർഷം മാത്രമേ നടപ്പിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അത് ഏതൊക്കെ വർഷമാണ്? 78, 79, 79, 80. ക്ലിയർ ആണല്ലോ. ഇനി ദ പ്രൈം മിനിസ്റ്റർ ഹു റിസൈൻഡ് ഡ്യൂറിംഗ് ദ റോളിംഗ് പ്ലാൻ. ദ പ്രൈം മിനിസ്റ്റർ ഹു റിസൈൻഡ് ഡ്യൂറിംഗ് ദ റോളിംഗ് പ്ലാൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൊണ്ടുവന്ന റോളിംഗ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? മൊറാർജി ദേശായി ആണ്. അതേ മൊറാർജി ദേശായി എന്ത് ചെയ്തു? റോളിംഗ് പ്ലാൻ സമയത്ത് അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വരുന്നു, രാജിവെക്കേണ്ടി വരുന്നു. അപ്പോൾ റോളിംഗ് പ്ലാൻ, അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? റോളിംഗ് പ്ലാൻ മുന്നോട്ട് പോകാത്തത്. 80 സ്റ്റോപ്പ് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കോയിലീഷൻ ഗവൺമെന്റ് ആയിരുന്നു ഇത് മൊറാർജി ദേശായി ലീഡ് ചെയ്തിരുന്നത്. അതിൽ കുറേ പേരെന്ത് ചെയ്തു? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പാലം വലിക്കുക എന്നൊക്കെ പറയത്തില്ലേ, പിന്നെ പിന്തുണ പിൻവലിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരികയും അങ്ങനെ റോളിംഗ് പ്ലാൻ അവസാനിക്കുകയും ചെയ്തു. പ്രൈം മിനിസ്റ്റർ ഹു റിസൈൻഡ് ഡ്യൂറിംഗ് ദ റോളിംഗ് പ്ലാൻ മൊറാർജി ദേശായി. മൊറാർജി ദേശായി ആണ് റോളിംഗ് പ്ലാൻ സമയത്ത് രാജിവെച്ച പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൊറാർജി ദേശായി. ഓക്കെ. ഫോളോയിങ് ദ റെസിഗ്നേഷൻ ഓഫ് മൊറാർജി ദേശായി, ചരൺ സിംഗ് took charge as the prime minister. അപ്പോൾ മൊറാർജി ദേശായി രാജിവെച്ചു. അങ്ങനെ രാജിവെച്ചപ്പോൾ അടുത്ത ഒഴിവിലേക്ക് പ്രധാനമന്ത്രിയായിട്ട് ആര് വരികയാണ്? ചരൺ സിംഗ്. took charge as the prime minister. പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആര് വരുന്നു? ചരൺ സിംഗ് വരികയാണ്. 80 ചരൺ സിംഗ് വരികയാണ്. നോക്ക്, ദ പ്രൈം മിനിസ്റ്റർ ഹു ഇംപ്ലിമെന്റഡ് ദ ട്രൈസം. ട്രൈസം എന്താണ്? ട്രെയിനിങ് ടു റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ട്രെയിനിങ് ടു റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം കൊണ്ടുവന്നത് ആരാണ്? ചരൺ സിംഗ് ആണ്. ട്രൈസം എന്ന് പറയുന്ന ഒരു പദ്ധതി പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയും എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയും തൊഴിൽ സൃഷ്ടിക്ക് വേണ്ടിയും കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഏത്? ട്രൈസം എന്ന് പറയുന്നുണ്ട്. ആ ട്രൈസം ആരാണ് നടപ്പിലാക്കിയത്? ചരൺ സിംഗ് ആണ്. കാരണം ആരുടെ റെസിഗ്നേഷന് ശേഷം? മൊറാർജി ദേശായിയുടെ രാജിവെച്ചതിന് ശേഷം അധികാരത്തിൽ വരുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചരൺ സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു എടുത്തു പറയത്തക്ക പദ്ധതി എന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രൈസം ആയിരുന്നു. ട്രൈസം എന്താണ്? ട്രൈസം ട്രെയിനിങ് ടു റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയിഡ്. ഗ്രാമങ്ങളിലെ യുവാക്കളെ സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ കണ്ടെത്താൻ പ്രാപ്തരാക്കാൻ ട്രെയിനിങ് കൊടുക്കുന്ന പദ്ധതിയാണ് ട്രൈസം എന്ന് പറയുന്നത്. അതോടുകൂടി തൊഴിലായ്മയും ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന പദ്ധതി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചരൺ സിംഗ്. ചരൺ സിംഗ് ആണ് കൊണ്ടുവന്നത്, മറക്കരുത്. ഇംപ്ലിമെന്റഡ് ഇൻ ഓഗസ്റ്റ് 15, 1979. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് എന്നാണ്? ഓഗസ്റ്റ് 15, 1979. 1979 ഓഗസ്റ്റ് 15 ഇത് നടപ്പിലാക്കിയത്. ഓഗസ്റ്റ് 15 ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. ട്രൈസം ഇംപ്ലിമെന്റ് ചെയ്തത് 1979 ഓഗസ്റ്റ് 15.
ഇനി ഓൺ ജാനുവരി 14, 1980 ഇന്ദിരാഗാന്ധി അഗെയിൻ ടുക്ക് ചാർജ് ആസ് ദ പ്രൈം മിനിസ്റ്റർ. അപ്പൊ നോക്ക്, 1980 ജനുവരി 14 ഈ ചരൺ സിംഗിന് മാറിയിട്ട് അത് പിന്നെ അടുത്ത ഇലക്ഷൻ വരികയാണ്, ജനറൽ ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ആര് വിജയിക്കുന്നു? ഒരിക്കൽ പരാജയപ്പെട്ട കോൺഗ്രസ് ഗവൺമെന്റ് വീണ്ടും വിജയിക്കുകയാണ്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് 1980. അങ്ങനെ 80 ജനുവരി 14 ഇന്ദിരാഗാന്ധി വീണ്ടും പ്രൈം മിനിസ്റ്റർ ആകുന്നു. അങ്ങനെ ചരൺ സിംഗിനെ മാറ്റിക്കൊണ്ട് ആര് വരികയാണ് വീണ്ടും? ഇപ്പോൾ മൊറാർജി ദേശായിക്ക് മാറ്റി റിസൈൻ ചെയ്തപ്പോൾ ചരൺ സിംഗ് വന്നു. അതിനുശേഷം നടന്ന ഇലക്ഷനിൽ വീണ്ടും പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആര് വരുന്നു? ഇന്ദിരാഗാന്ധി. 80 ജനുവരി 14 അവർ വരികയാണ്. അപ്പോൾ നമുക്കറിയാം അതുവരെ റോളിംഗ് പ്ലാൻ ആണ് പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ? 78, 79, 80 വരെയാണ് റോളിംഗ് പ്ലാൻ. 80 മാർച്ച് 31 വരെയാണ്. 80 മാർച്ച് 31 വരെയാണ് എന്തെന്ന് പറയുന്നത്? റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം എന്താണ്? 80 വീണ്ടും ആര് വരികയാണ്? ഇന്ദിരാഗാന്ധി വരികയാണ്. അവർ വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധി ഡിസ്കണ്ടിന്യൂഡ് ദ റോളിംഗ് പ്ലാൻ. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ഡിസ്കണ്ടിന്യൂഡ് ദ റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാൻ എന്ത് ചെയ്തു? ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് വെച്ചാൽ നിർത്തലാക്കി. കാരണം എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ പദ്ധതി, 5ാം പദ്ധതിയെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് റോളിംഗ് പ്ലാൻ വരുന്നത്. അതേ ഇന്ദിരാഗാന്ധി തിരിച്ചധികാരത്തിൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? റോളിംഗ് പ്ലാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. റോളിംഗ് പ്ലാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഫ്രം April 1, 1980 the 6th 5-year plan began. അങ്ങനെ അവർ വീണ്ടും എന്ത് ചെയ്തു? മറ്റൊരു പദ്ധതി ആരംഭിച്ചു. 6th 5-year plan അവർ വീണ്ടും ചെയ്തു, റീഇനിഷ്യേറ്റ് ചെയ്തു. എന്തിനെ? 5-year plan റീഇനിഷ്യേറ്റ് ചെയ്തു. 5-year plan നിർത്തലാക്കിയിരുന്നു മൊറാർജി ദേശായി. അത് വീണ്ടും എന്ത് ചെയ്തു? റീഇനിഷ്യേറ്റ് ചെയ്തു. ആരുടെ കാലഘട്ടത്തിൽ? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ. എന്ന് മുതലാണ്? 1980 April 1 മുതൽ. 1980 April 1 മുതൽ 6ാം പദ്ധതി വീണ്ടും എന്ത് ചെയ്തു? നമ്മൾ പുതിയൊരു പദ്ധതിയായിട്ട് പുനരാരംഭിച്ചു. 6ാം പദ്ധതി പുനരാരംഭിക്കുകയാണ്. എന്നിട്ടാണ് 80 April 1. അപ്പോൾ 80 തൊട്ട് എന്ന് വരെ ആയിരിക്കും ഇവിടെ? 80 തൊട്ട് പറഞ്ഞേ, 80 തൊട്ട് 85 വരെയുള്ള കാലഘട്ടത്തിലേക്ക് 6ാം പദ്ധതി ആരംഭിച്ചു. ആരാണ് ആരംഭിച്ചത്? ഇന്ദിരാഗാന്ധി. നോക്ക്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ചോദിക്കും. റോളിംഗ് പ്ലാന്റെ പ്രധാന ലക്ഷ്യം 6th 5-year പ്ലാൻ പിന്നെ നമുക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല, നമുക്ക് അടുത്ത പദ്ധതിയായിട്ട് പഠിക്കാം. പക്ഷേ ഓർക്കുക, ഇന്ദിരാഗാന്ധി 80 അധികാരത്തിൽ വരികയും റോളിംഗ് പ്ലാനിന് ശേഷം 6ാം പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു. 80 മുതൽ 85 വരെ 6ാം പദ്ധതി പ്രഖ്യാപിച്ചു. ഇനി ഈ റോളിംഗ് പ്ലാൻ മൊറാർജി ദേശായി നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഗുർനാർമലാലിന്റെ റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഗ്രോത്ത് ഫോർ ഇക്കണോമിക് ജസ്റ്റിസ്. ഗ്രോത്ത് ഫോർ ഇക്കണോമിക് ജസ്റ്റിസ്, സാമ്പത്തിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്ന് വെച്ചാൽ വളർച്ചയോടൊപ്പം എന്തുകൂടി വേണം? സാമ്പത്തിക നീതി ഉണ്ടാകണം. സാമ്പത്തിക നീതി ഉണ്ടാകണം എന്ന് വെച്ചാൽ വളർച്ചയുടെ നേട്ടങ്ങൾ എല്ലാവരിലേക്കും എത്തിപ്പെടണം. അത് അവിടെ വരുമ്പോൾ 5-year പ്ലാൻസിന്റെ പ്രശ്നം എന്തായിരുന്നു? ആ സമയത്ത് സെൻട്രലൈസ്ഡ് ആയിരുന്നു. അത് പിന്നെന്താണ്, എല്ലായിടത്തും എത്തിപ്പെടുന്നില്ല, എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ഗുണം ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇവർ എന്ത് കൊണ്ടുവന്ന്? റോളിംഗ് പ്ലാൻ എന്ന ആശയം കൊണ്ടുവന്നാണ് ഗ്രോത്ത് ഫോർ ഇക്കണോമിക് ജസ്റ്റിസ്. ഗ്രോത്ത് ഫോർ ഇക്കണോമിക് ജസ്റ്റിസ്, സാമ്പത്തിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച. സാമ്പത്തിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്ന് വെച്ചാൽ വളർച്ചയോടൊപ്പം സാമ്പത്തിക നീതിയും ഉണ്ടാകണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5th 5-year പ്ലാൻ എന്ന് പറയുന്ന 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.